കോഴിക്കോട് മലബാർ പ്രദേശങ്ങളിലുള്ള പണ്ടുണ്ടായിരുന്നൊരു കസ്റ്റമാണ് അറബി കല്യാണം. അറബി കല്യാണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അറബി നാട്ടിൽ വരും. അപ്പോൾ അവിടെ ഏജൻസ് ഉണ്ട്. അപ്പോൾ അവർ വരുന്നത് അവർക്കൊരു കല്യാണം കഴിഞ്ഞ് തൽക്കാലത്തേക്ക് ഭാര്യ സമേതം കഴിയണം. ഇപ്പോൾ സ്വന്തം ഭാര്യ കൊണ്ടുവരില്ല. അപ്പോൾ ഇവിടെ ഒരു ഭാര്യ വേണം. അപ്പോൾ ചില കണ്ടീഷൻസിലായിരിക്കും ഇവർ ഈ കല്യാണം നടത്തുന്നത്. ഈ പെണ്ണിന് ഈ കല്യാണം കഴിഞ്ഞ് ഇയാൾ വിട്ടു പോകുമ്പോൾ അയാൾ 6 മാസം 1 വർഷമൊക്കെ ചിലപ്പോൾ കഴിയുള്ളൂ. വിട്ടു പോകുമ്പോൾ അവർക്ക് ആയുഷ്കാലം മുഴുവൻ കഴിയാനുള്ള വകകൾ, സ്വത്ത്, സ്വർണ്ണമോ ഒക്കെ കൊടുക്കണം. അതെല്ലാം എഗ്രിമെൻറ്റ് പ്രകാരം ചെയ്താൽ മാത്രമേ കല്യാണം നടക്കുള്ളൂ. പക്ഷേ അങ്ങനെ വീട്ടുകാരുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ അങ്ങനെ കിട്ടുന്ന പണം കിട്ടിയാൽ, അങ്ങനെ ഒരു അറബിയെ ഒരു കല്യാണത്തിന് കിട്ടിയാൽ ഇവർ കുടുംബം രക്ഷപ്പെടുമെന്നുള്ള, അങ്ങനെ ഒരുപാട് അറബി കല്യാണം നടത്തിയ കുടുംബങ്ങൾ അവിടെയുണ്ട്. ചില അറബികൾ പറ്റിച്ചും പോയിട്ടുണ്ട്, പാപ്പരായ ആളുകളുണ്ട് അങ്ങനെ. പക്ഷേ പിൽക്കാലത്ത് ഇതിനകത്ത് ചില ആളുകൾക്ക് കുട്ടികളുണ്ടായിട്ടുണ്ട്. പിൽക്കാലത്ത് ഈ കുട്ടികൾ നാഥനില്ലാത്ത കുട്ടികളായിട്ടൊക്കെ വളരേണ്ടി വരുമ്പോൾ അതൊരു ദുഃഖകരമായ സത്യമായിട്ട് അവശേഷിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അവർ മറ്റാളുകളെ എതിർപ്പുള്ളതുകൊണ്ട്. എന്നാൽ രഹസ്യമായിട്ടൊക്കെ ഇപ്പോഴും അറബി കല്യാണം പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഈ മലബാർ പ്രദേശം.